ഹായ് എല്ലാവർക്കും സൊറ വിത്ത് ജലാൽ മേഘനസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. എൻ്റെ ബാക്കിൽ മില്യൺ കണക്കിന് ആളുകൾ ഇഷ്ടപ്പെട്ട പ്രോത്സാഹിപ്പിച്ച വെസ്റ്റ് ബംഗാൾ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് കൗസർ അല്ലേ? മുഹമ്മദ് കൗസറാണ്. കൗസറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വെസ്റ്റ് ബംഗാളിൽ നിന്നും നമ്മുടെ നാദാപുരം ഭാഗത്ത് വന്നിട്ട് നബിദിനത്തിന് ഒരു സ്റ്റേജിൽ കയറിയിട്ട് മനോഹരമായിട്ടുള്ളൊരു പാട്ട് പാടി. ഇന്ന് ആ പാട്ട് മില്യൺ കണക്കിന് ആളുകൾ കണ്ട് അതിനുശേഷം ഒരുപാട് വേദികളിലേക്ക് കൗസറിനെ വിളിക്കാൻ തുടങ്ങി. കൗസർ ആ പാട്ട് പാടിയട്ടെ. ആ പാട്ട് കൽബിലനഞ്ഞൂടെ ഹബീവൻ കനവിൽ വന്നൂടെ കരൽ പരിച്ചതരം നസീബേ സ്വീകരിച്ചൂടെ കൽബിലനഞ്ഞൂടെ ഹബീവൻ കനവിൽ വന്നൂടെ കടൽ പരിച്ചതരം നസീബേ സ്വീകരിച്ചൂടെ കാറ്റുകനക്കാനം കനിയെ കനവിൽ വന്നൂടെ എൻ്റെ രാവിൽ വന്നൂടെ എൻ്റെ കൽവിലനന്നൂടെ. മോനെ എന്തായാലും ഈ പാട്ട് നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ അറിയാം. കാരണം യൂട്യൂബിനകത്ത് ഒരുപാട് ആളുകൾ കേട്ടിട്ടുള്ള പാട്ട് കൗസർ പാടിയപ്പം, അതായത് മലയാളം അറിയാത്ത നമ്മുടെ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായിട്ടുള്ള കൗസർ പാടിയപ്പോൾ അതിൻ്റെ ഒരു മനോഹാരിത ഭയങ്കര തന്നെയാണ്. ഒരുപാട് സന്തോഷമായി. അപ്പം കൽബിലനഞ്ഞൂടെ ഹബീവൻ കനവിൽ വന്നൂടെ കൽബിലനഞ്ഞൂടെ ഹബീവൻ കനവിൽ വന്നൂടെ. കൗസറിൻ്റെ കൂടെ ആ പാട്ട് പാടാൻ പറ്റിയതിൽ വലിയ സന്തോഷം. അപ്പോൾ സൊറ വിത്ത് ജലാൽ മേഘനസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് പറഞ്ഞിട്ടെ, സൊറ വിത്ത് ജലാൽ മാഗ്നസ്. സൊറ എന്ന് പറഞ്ഞാൽ മാലു അറിയോ? ഇല്ല, എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ കൗസറിൻ്റെ ഫാമിലിനെ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. കൗസർ ശരിക്കും എവിടുത്തെ, ഏത് നാട്ടുകാരനാണ്? വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഉമ്മയുണ്ട്, അച്ഛനില്ല, അച്ഛൻ മരിച്ചുപോയി. പിന്നെ ബ്രദറുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്. ഇവിടെ കാലിക്കറ്റിൽ നാദാപുരത്താണോ വന്നത്? നാദാപുരം വന്നിട്ട് എന്ത് ജോലിയാണ് ചെയ്യണം? നാദാപുരം വന്നിട്ട് ഞാൻ 2017 നാദാപുരം വന്നത്. ഇപ്പോൾ എനിക്ക് 8 വർഷമായി. ഓക്കെ. പിന്നെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ജോലി ഞാൻ കൃഷി ജോലി എടുക്കുന്നത്. കൃഷി. എന്ത് കൃഷി? ബായ കൃഷി, തെങ്ങ കൃഷി, പിന്നെ തെങ്ങ തുറക്ക് ഇങ്ങനത്തെ പണി എല്ലാം. ഇപ്പോൾ എങ്ങനെയാ ഇപ്പോൾ നാട്ടിലേക്കൊക്കെ എങ്ങനെയാ പോക്ക്? നാട്ടിലേക്ക് 6-8 മാസം കഴിഞ്ഞിട്ട് ഞാൻ പോവും. കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞു. ഭാര്യയുടെ പേര്? ഭാര്യൻ്റെ പേര് ജൂലി. സോഷ്യൽ മീഡിയയിൽ വേറെയും കുറേ പാട്ടുകളൊക്കെ പാടിയില്ലേ? ഈ കൗസർ ഉണ്ടല്ലോ, അതായത് ഒരുപാട് നല്ല നല്ല സിംഗേഴ്സിൻ്റെ എടുത്താൽ പൊന്നാത്ത കിടിലും പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതൊന്നും പാടിയിട്ട് ആരും മൈൻഡ് ആക്കണില്ല. അങ്ങനെയാണ് കനവിൽ വന്നൂടെ എന്നുള്ള പാട്ട് പാടുന്നത്. അപ്പോൾ നമുക്കൊരു ഹിന്ദി പാട്ട് പാടിയാലോ? കൗസറേ, ഹിന്ദി പാട്ട്. ഹിന്ദി. इस प्यार को मैं क्या नाम दूँ, इस प्यार को मैं क्या नाम दूँ, बेचारे दिल को कैसे आराम दूँ, बेचारे दिल को कैसे आराम दूँ, इस प्यार को मैं क्या नाम दूँ. അടിപൊളിയാണല്ലോ കൗസറെ, പൊളിച്ച്. ഇനി കൗസറിന് ഇപ്പോൾ ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടുന്നില്ലേ? കല്യാണത്തിനൊക്കെ പരിപാടിക്ക് വിളിക്കുന്നുണ്ടോ? അൽഹംദുലില്ലാഹ് കിട്ടുന്നുണ്ട്. പേയ്മെൻ്റ് ഒക്കെ ചോദിക്കുന്നുണ്ടോ? ഫസ്റ്റ് ആരെങ്കിലും പേയ്മെൻറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല, പേയ്മെൻ്റ് ഒന്നും കിട്ടിക്കില്ല. സന്തോഷമാണ്. സന്തോഷം. പേയ്മെൻ്റ് അവിടെ ഒന്നും കിട്ടിക്കില്ല. പിന്നെ എല്ലാവരും കുറേ വ്യൂസ് വന്ന്. പിന്നെ കേരളത്തിനെ കുറിച്ച്, മലയാളികളെ കുറിച്ച് എന്താണ് എൻ്റെ അഭിപ്രായം? ഇവിടെയുള്ള ആളുകളെ കുറിച്ചിട്ട് എന്താണ് ഇഷ്ടമായോ, ലൈക്കായോ? നല്ല ആളുകളാണ്. നല്ല ആൾ. എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാക്കി. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്കാക്കി, ഷെയർ ആക്കി. പിന്നെ മില്യൻ്റെ വ്യൂസ്, രണ്ട് വീഡിയോയിൽ മില്യൺ ക്രോസ് ആയിപ്പോയി. കൽബില നന്നോടെ ഈ പാട്ട് വൈറലായിപ്പോയി, മില്യൺ ക്രോസ് ആയിപ്പോയി. പിന്നെ നെക്സ്റ്റ് വീക്ക് ഇല്ല, കഴിഞ്ഞ വീക്ക് അല്ലാഹുവിൻ്റെ ദൂതര ഈ പാട്ട് പാടിയിട്ട്. പിന്നെ ഈ പാട്ടിൻ്റെ ദൂതരൊന്ന് പാടിയാട്ടോ നമുക്ക് വേണ്ടിയിട്ട്. പാടിക്കാം. അല്ലാഹുവിൻ്റെ ദൂതരായ തോഹ റസൂലേ, ലോകം മാറ്റിടുന്ന സ്നേഹ റസൂലേ, അല്ലാഹുവിൻ്റെ ദൂതരായ തോഹ റസൂലേ, ലോകം മാറ്റിടുന്ന സ്നേഹ റസൂലേ, നിരായ ദീന് കീർത്തി ഓതി ആറ്റൽ റസൂലേ, ഈ ഹക്കിലേക്ക് ദൂ വെളിച്ചം കാർത്തി റസൂലേ. റസൂലേ
रसूले शरीफाय नूरे जमाले पोलिवाय है रे या शेदी हबीबी या हाशिमी निशेबी नी आलमागे पोरिशे आय तीर्न रसूले അല്ലാഹുവിൻ്റെ ദൂതരായ തോഹ റസൂലേ ലോകം വാറ്റിടുന്ന സ്നേഹ റസൂലേ. കൗസറിനെ കുറിച്ച് ഒരു കാര്യം പറയാനുള്ളൂ. കൗസർ നന്നായിട്ട് സംഗീതം പഠിക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയ സാധ്യതകളൊക്കെ കൗസറിൻ്റെ പാട്ടിൻ്റെ ആ ഒരു പാടുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഫീൽ ആവുന്നുണ്ട്. കൗസറെ സംഗീതം പഠിക്കുന്നുണ്ടോ? ആ സംഗീതം പഠിക്കുന്നുണ്ട്. ഞാൻ ചെറിയ വയസ്സിൽ പാട്ട് പാടുന്നു. പക്ഷേ 2 വർഷമായി ഞാൻ പഠിക്കുന്ന. വെസ്റ്റ് ബംഗാളിൽ നിന്ന് തന്നെയാണോ പാട്ടൊക്കെ പഠിച്ചത്? വെസ്റ്റ് ബംഗാളിൽ പാട്ട് പഠിച്ച് പിന്നെ സ്റ്റേജിൽ എപ്പോൾ പാടിക്കില്ല സ്കൂളിൽ പാടുക. ഞാൻ വലിയ സ്റ്റേജിൽ ഇങ്ങനെ ഒന്നും പാടിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ബാംഗ്ലൂർ മൈസൂരിൽ ഫസ്റ്റ് ടൈം പാട്ട് പാടി. മൈസൂർ ശ്രീരംഗപട്ടണ. അവിടുന്ന് റിപ്പബ്ലിക് ഡേയിൽ ഞാൻ 3-4 കൊല്ലം മുമ്പ് ഞാൻ പാട്ട് പാടി. സന്ദേശ് ആത്തെ ഹെ ഒരു ഹിന്ദി പാട്ട്. സന്ദേശ് രണ്ടുപേരും പാടിയിട്ട്. संदेश आते हैं हमें तड़पाते हैं जो चिट्ठी आती है वो पूछे जाती है कि घर कब आओगे, कि घर कब आओगे, लिखो कब आओगे, कि तुम बिन ये घर सूना सूना है. ഈ പാട്ട് നമുക്ക് 3 പാട്ടുകളാണ് കൗസർ ഇപ്പോൾ പാടിത്തന്നത്. 3 പാട്ടുകളും നമ്മൾ കേൾക്കുമ്പോൾ നമുക്കറിയാം 2 പാട്ടുകൾ മാപ്പിളപ്പാട്ടുകളാണ്, ഒരു ഹിന്ദി പാട്ട് പാടിത്തന്നത്. എന്തായാലും കൗസറിൻ്റെ ഈ ഒരു നാദാപുരത്ത് വന്ന് പിന്നെ ഒരു സ്റ്റേജിൽ പാടി ഇന്ന് ഒട്ടുമിക്ക മലയാളികൾക്കിടയിലും മില്യൺ കണക്കിന് ആളുകൾ വ്യൂവേഴ്സായിട്ട് മാറിയ കൗസറിൻ്റെ ആരാധകർക്ക് മുന്നിൽ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി കൗസറിനോട് അടുത്തൊരു കാര്യം കൂടി ചോദിക്കട്ടെ. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? മനസ്സിലായി. ഓക്കെ, എന്നാൽ ചോദിക്കാം. പൊന്നാര ചെങ്ങായിമാരെ, കൗസറിനോട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയൊരു കാര്യമാണ്. നമ്മൾ ഏതായാലും ഷൂട്ട് ചെയ്യാനുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാണ്ട് ഞാൻ ചോദിച്ച് എൻ്റെ പാട്ടാണൊക്കെ അറിയുമെന്ന് ചോദിച്ച്. അപ്പോൾ ഓനെ വിത്തിൻ സെക്കൻഡിനുള്ളിൽ എനിക്ക് പാടി തന്ന് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം മാഷാഅല്ലാഹ് ഒരുപാട് സന്തോഷമുണ്ട്. കൗസർ ആ പാട്ടൊന്ന് പാടിയാട്ടെ. കല്ലായില്ലൊരു പെണ്ണുണ്ട്, ആ പെണ്ണുടെ പവിട കല്ലാനെ മനസ്സിലെ നിറയും പൂവാനെ, ആ പൂ ഇന്നിടലെന്നുയിറ കരിമീരി കൊണ്ടൊടു നോട്ടത്തി അവലെൻറ്റും പറ്റര മാറ്റാനെ. കല്ലായില്ലൊരു പെണ്ണുണ്ട്, ആ പെണ്ണുടെ പവിട കല്ലാനെ. കൗസറിൻ്റെ വിശേഷങ്ങൾ ഏറെ കൂടുതൽ നമ്മളെല്ലാവരും കേട്ട് അവൻ്റെ ഫാമിലിയെ പരിചയപ്പെട്ട് പാട്ടുകളെ പരിചയപ്പെട്ട് 2 വർഷമായിട്ട് കൗസർ ഇപ്പോഴും പാട്ട് പഠിക്കുന്നുണ്ട് അല്ലേ? 2 വർഷമായിട്ട് പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഇവിടെ കേരളത്തിൽ തന്നെയാണോ, നാട്ടിൽ തന്നെയാണോ? എവിടെയാണ് പഠിക്കണത്? ഓൺലൈൻ കോഴ്സ് ഉണ്ട്. രാത്രി 8:30 മണി മുതൽ ഒരു 10 മണി വരെ ക്ലാസ് ഉണ്ടാവും രാത്രി. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ജോലിക്ക് വന്നിട്ട് അവിടെ ആ ജോലി കഴിഞ്ഞതിന് ശേഷം ഓൺലൈനിലൂടെ പാട്ട് പഠിച്ചിട്ടാണ് നമ്മുടെ കൗസർ നമുക്ക് എല്ലാവർക്കും ഈ പാട്ടുകളൊക്കെ പാടിത്തരുന്നത്. വലിയ അഭിമാനം തോന്നുന്നുണ്ട് കൗസർ ഭായി. അപ്പോൾ എന്തായാലും ഒരു പാട്ടുകൂടെ നമുക്ക് പാടണമല്ലോ, ഒരു മലയാള ഫിലിം സോങ്. ഒരു പാട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട്. ഏതാ? പൂമാനെ. മലയാളത്തിൽ ഒട്ടുമിക്ക ആളുകളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടാണ്. കൗസർ പാടുമ്പോൾ ചില അക്ഷരങ്ങളൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ മാപ്പാക്കി കൊടുക്കണം. ആ വലിയ എന്താ പറയുക പാട്ട് നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആ മനോഹരമായിട്ടുള്ള പൂമാനമേ എന്നുള്ള പാട്ട്. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കാണുവാൻ ഉയരാൻ ഒരു ഗാനയകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. കരളിലെയും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ, കരളിലെയും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ, വീണിയ കുളിർ വീണിയ വീചിയ കുളിർ ബാഹിയ മണിമൊരു ശ്രുതിയായി പൂമാനമേ
മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഓൺലൈനിലൂടെയും പാട്ടുകൾ പഠിച്ചിട്ട് ഒരു വെസ്റ്റ് ബംഗാൾ സ്വദേശിയായിട്ടുള്ള ഈ പ്രിയപ്പെട്ട സഹോദരൻ മലയാളം പാട്ടുകൾ ഇത്രയും മനോഹരമായിട്ട് പാടുമ്പം ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാണ്. എന്തായാലും പാട്ടിനെ, മലയാള പാട്ടുകളെ ഒരുപാട് നെഞ്ചോട് ചേർത്ത മാപ്പിള പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഈ കൗസർ എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുകൊണ്ട് ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ താങ്ക് യു. സൊറ വിത്ത് ജലാൽ മാഗ്നസിൽ വന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഞാൻ പാടിയിട്ടുള്ള പാട്ട് പാടിത്തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു. ബൈ.